ആദ്യത്തെ ചോദ്യം, അടുത്തിടെ മിസ് ഇന്ത്യ 2024 പട്ടം നേടിയത് ആരാണ്? അടുത്തിടെ മിസ് ഇന്ത്യ 2024 പട്ടം നേടിയത് ആരാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, നികിത പോർവാൾ. മധ്യപ്രദേശിൽ നിന്നുമുള്ള നികിത പോർവാൾ ആണ് മിസ് ഇന്ത്യ 2024 കിരീടം നേടിയത്. മിസ് ഇന്ത്യ 2024 നികിത പോർവാൾ. അടുത്ത ചോദ്യം, 2024 എത്ര ഭാരതരത്ന അവാർഡുകളാണ് കൊടുത്തത്? 2024 എത്ര ഭാരതരത്ന അവാർഡുകളാണ് കൊടുത്തത്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, 5. 2024 ആകെ 5 ഭാരതരത്ന അവാർഡുകളാണ് അനൗൺസ് ചെയ്തത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. കർപ്പൂരി താക്കൂർ, ലാൽ കൃഷ്ണ അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർക്കാണ് 2024 5 ഭാരതരത്ന അവാർഡുകൾ ലഭിച്ചത്. 2024 ആകെ 5 പേർക്കാണ് ഭാരതരത്ന അവാർഡ് ലഭിച്ചത്. കർപ്പൂരി താക്കൂർ, ലാൽ കൃഷ്ണ അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് ആൻഡ് MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2024 നൽകി ആദരിച്ച നടൻ ആരാണ്? അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2024 നൽകി ആദരിച്ച നടൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, മിഥുൻ ചക്രവർത്തി. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് മിഥുൻ ചക്രവർത്തി. അടുത്ത ചോദ്യം, അഭിമാനകരമായ 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് നൽകി ആദരിക്കപ്പെട്ടത് ആരാണ്? അഭിമാനകരമായ 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് നൽകി ആദരിക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, അലക്സാണ്ടർ ഡൺ. 2024 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് നൽകിയത് അലക്സാണ്ടർ ഡണ്ണാണ്. അടുത്ത ചോദ്യം, നാഷണൽ വാട്ടർ അവാർഡ് 2023 മികച്ച സംസ്ഥാന അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? 2023 നാഷണൽ വാട്ടർ അവാർഡ് മികച്ച സംസ്ഥാന അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഒഡീഷ. 2023 നാഷണൽ വാട്ടർ അവാർഡ് നേടിയ മികച്ച സംസ്ഥാനമാണ് ഒഡീഷ. അടുത്ത ചോദ്യം, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 പട്ടം നേടിയത് ആരാണ്? മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 പട്ടം നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, റിയ സിംഗ്. റിയ സിംഗിനാണ് 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 കിരീടം നേടിയത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 റിയ സിംഗ്. പക്ഷേ മിസ് യൂണിവേഴ്സ് 2024 ആരാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്കിൻ്റെ വിക്ടോറിയ ഖയാർതെൽവീനാണ് മിസ് യൂണിവേഴ്സ് 2024 കിരീടം നേടിയത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയ സിംഗ്, മിസ് യൂണിവേഴ്സ് 2024 വിക്ടോറിയ ഖയാർതെ. അടുത്ത ചോദ്യം, വിറ്റ്ലി ഗോൾഡ് അവാർഡ് 2024 നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? വിറ്റ്ലി ഗോൾഡ് അവാർഡ് 2024 നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, പൂർണിമ ദേവി ബർമാൻ. വിറ്റ്ലി ഗോൾഡ് 2024 നേടിയ ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമാൻ. വിറ്റ്ലി ഗോൾഡ് 2024 പൂർണിമ ദേവി ബർമാൻ. അടുത്ത ചോദ്യം, ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 ലഭിച്ച ഭാരതീയൻ ആരാണ്? ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 ലഭിച്ച ഭാരതീയൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, അലോക് ശുക്ല. ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 നേടിയത് അലോക് ശുക്ല. അടുത്ത ചോദ്യം, ദേശീയ ചലച്ചിത്ര അവാർഡ് 2024 മികച്ച നടനുള്ള അവാർഡ് നേടിയ നടൻ ആരാണ്? ദേശീയ ചലച്ചിത്ര അവാർഡ് 2024 മികച്ച നടനുള്ള അവാർഡ് നേടിയ നടൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഋഷഭ് ഷെട്ടി. 2024 ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള അവാർഡ് നേടിയത് ഋഷഭ് ഷെട്ടി. മൂവി ഏതാണ്? മൂവി കാന്താര. കാന്താര എന്ന മൂവിക്കാണ് ഋഷഭ് ഷെട്ടിക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം, രൗദ്ര സാത്വികം എന്ന കൃതിക്ക് അടുത്തിടെ സരസ്വതി സമ്മാൻ 2023 നേടിയത് ആരാണ്? രൗദ്ര സാത്വികം എന്ന കൃതിക്ക് അടുത്തിടെ സരസ്വതി സമ്മാൻ 2023 നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന കൃതിക്ക് പ്രഭാവർമ്മയ്ക്കാണ് സരസ്വതി സമ്മാൻ 2023 പ്രൈസ് നേടിയത്. സരസ്വതി സമ്മാൻ 2023 പ്രഭാവർമ്മ, രൗദ്ര സാത്വികം. അടുത്ത ചോദ്യം, IOCയുടെ പ്രഗത്ഭ പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണ്? IOCയുടെ പ്രഗത്ഭ പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, അഭിനവ് ബിന്ദ്ര. IOCയുടെ പ്രഗത്ഭ പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് അഭിനവ് ബിന്ദ്രയ്ക്കാണ്. ഒളിമ്പിക് ഓർഡർ അഭിനവ് ബിന്ദ്ര. അടുത്ത ചോദ്യം, 2024 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചത് ആരെയാണ്? 2024 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, ബോത്ത് ബി ആൻഡ് സി. ഗുൽസാർ ആൻഡ് ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കാണ് 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം ജഗദ്ഗുരു രാമഭദ്രാചാര്യ ആൻഡ് ഗുൽസാർ. അടുത്ത ചോദ്യം, നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, വിനോദ് ഗണത്ര. നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിനോദ് ഗണത്ര. അടുത്ത ചോദ്യം, 2024 മികച്ച ചലച്ചിത്രത്തിനുള്ള ഈഫ അവാർഡ് നേടിയ ചലച്ചിത്രം ഏതാണ്? 2024 മികച്ച ചലച്ചിത്രത്തിനുള്ള ഈഫ അവാർഡ് നേടിയ ചലച്ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, അനിമൽ. 2024 ഈഫ അവാർഡ് മികച്ച ചലച്ചിത്രം അനിമൽ. 12th ഫെയിലിന് ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയതെന്ന് നോക്കാം. ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം 2024 ലഭിച്ചത് 12th ഫെയിലിനാണ്. ഫിലിം ഫെയർ ക്രിട്ടിക് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വിക്രാന്ത് മാസെ 12th ഫെയിൽ ആക്ടറാണ്. ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ഡയറക്ടർ വിധു വിനോദ് ചോപ്ര 12th ഫെയിലാണ്. ഈഫ അവാർഡിൽ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ലഭിച്ചത് വിധു വിനോദ് ചോപ്രയ്ക്കാണ്. 12th ഫെയിൽ ഡയറക്ടറാണ് വിധു വിനോദ് ചോപ്ര. 2024 ഈഫ അവാർഡിലെ മികച്ച ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനിമൽ. പക്ഷേ ഫിലിം ഫെയർ അവാർഡിലെ ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ 12th ഫെയിൽ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ് 2024 നേടിയത് ആരാണ്? പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ് 2024 നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, അനന്ത് ദർശൻ ശങ്കർ. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള MS സ്വാമിനാഥൻ അവാർഡ് നേടിയത് അനന്ത് ദർശൻ ശങ്കർ. MS സ്വാമിനാഥൻ അവാർഡ് അനന്ത് ദർശൻ ശങ്കർ. അടുത്ത ചോദ്യം, CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 നേടിയത് ആരാണ്? 2024 CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഫറൂഖ് എഞ്ചിനീയർ ആൻഡ് രവി ശാസ്ത്രി. 2024 CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ഫറൂഖ് എഞ്ചിനീയർ ആൻഡ് രവി ശാസ്ത്രി. അടുത്ത ചോദ്യം, 2024 IAF വേൾഡ് സ്പേസ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2024 IAF വേൾഡ് സ്പേസ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, S സോമനാഥ്. 2024 IAF വേൾഡ് സ്പേസ് അവാർഡ് നേടിയത് S സോമനാഥ്. IAF വേൾഡ് സ്പേസ് അവാർഡ് S സോമനാഥ്. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഹാങ്കാങ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഹാങ്കാങ്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഹാങ്കാങ്. ഹാങ്കാങ്ങിൻ്റെ ഏത് പുസ്തകത്തിനാണെന്ന് അറിയാവോ? ഹാങ്കാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ എന്ന പുസ്തകത്തിനാണ് നോബൽ സമ്മാനം നേടിയത്. പുസ്തകത്തിൻ്റെ പേര് ദ വെജിറ്റേറിയൻ. അടുത്ത ചോദ്യം, 2023 ശാസ്ത്ര ഗവേഷണത്തിനുള്ള GD ബിർള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2023 ശാസ്ത്ര ഗവേഷണത്തിനുള്ള GD ബിർള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, അദിതി സെൻഡെ. ശാസ്ത്ര ഗവേഷണത്തിനുള്ള GD ബിർള അവാർഡ് അദിതി സെൻഡെ. GD ബിർള അവാർഡ് അദിതി സെൻഡെ. അടുത്ത ചോദ്യം, തിമോർ ലെസ്റ്റയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ദ്രൗപദി മുർമു. ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ അവാർഡ് ദ്രൗപദി മുർമു. ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ അവാർഡ് ദ്രൗപദി മുർമു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത്? താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ഹയാവോ മിയാസാക്കി. 2024 രമൺ മാഗ്സസെ അവാർഡ് ഹയാവോ മിയാസാക്കി. രമൺ മാഗ്സസെ അവാർഡ് ഹയാവോ മിയാസാക്കി. 2024 ഫിസിക്സ് വിഭാഗത്തിലെ നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2024 ഫിസിക്സ് വിഭാഗത്തിലെ നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻറ്റണും. 2024 ഫിസിക്സ് വിഭാഗത്തിലെ നോബൽ സമ്മാനം ജോൺ ജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഇ ഹിൻറ്റൺ. അടുത്ത ചോദ്യം, 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, അമിതാഭ് ബച്ചൻ.
2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനാണ് 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നിഹോൺ ഹിഡാൻക്യോക്കാണ് 2024 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ ആദ്യത്തെ വിജ്ഞാനരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ ആദ്യ വിജ്ഞാനരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഗോവിന്ദരാജൻ പത്മനാഭൻ. ഗോവിന്ദരാജൻ പത്മനാഭനാണ് പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത്. വിജ്ഞാൻ രത്ന പുരസ്കാരം ഗോവിന്ദരാജൻ പത്മനാഭൻ. അടുത്ത ചോദ്യം, ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ആർക്കാണ് ലഭിച്ചത്? ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിനാണ് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്ന പുരസ്കാരം ലഭിച്ചത്. കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ദ്രൗപദി മുർമു. അടുത്ത ചോദ്യം, 2024 രസതന്ത്രം വിഭാഗത്തിലെ നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2024 രസതന്ത്രം വിഭാഗത്തിലെ നോബൽ സമ്മാനം നേടിയത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ എം ജംബർ. ഈ 3 പേർക്കാണ് 2024 രസതന്ത്ര വിഭാഗത്തിൽ നോബൽ സമ്മാനം നേടിയത്. അടുത്ത ചോദ്യം, ഏത് മേഖലയിലാണ് വിജയന്തി മാല ബാലിക്ക് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്? 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയത് വിജയന്തി മാല ബാലിയാണ്. ഏത് വിഭാഗത്തിലാണ് ഇവർക്ക് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഏത് മേഖലയിൽ നിന്നാണ് വിജയന്തി മാല ബാലിക്ക് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, കല. ആർട്സ് വിഭാഗത്തിൽ നിന്നാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം വിജയന്തി മാലയ്ക്ക് ലഭിച്ചത്. അവസാനത്തെ ചോദ്യം, 2024 ലോക കിരീടം നേടിയ ക്രിസ്റ്റീന പിജ്കോവ ഏത് രാജ്യക്കാരിയാണ്? 2024 ലോക കിരീടം നേടിയ ക്രിസ്റ്റീന പിജ്കോവ ഏത് രാജ്യക്കാരിയാണ്? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ചെക്ക് റിപ്പബ്ലിക്. ലോക കിരീടം ക്രിസ്റ്റീന പിജ്കോവ, ചെക്ക് റിപ്പബ്ലിക്. ഇന്നത്തെ ടെസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? അറിയാവുന്നവർ ഉത്തരം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.